ഹലോ എവ്രി വൺ, ഞാൻ യദു കൃഷ്ണ. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ഒ ഇ ടിയുടെ ചെയ്യാനുള്ള മെയിൻ റീസൺ, ഇന്ന് ഒരുപാട് കോൾസ് ആൻഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒ ഇ ടിയുടെ 12th and 19th ഡിസംബർ ഒ ഇ ടി എക്സാം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങളാരും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ബിക്കോസ് അതൊരു ജസ്റ്റ് ഒരു ബൈ ആൻ എറർ അവർക്ക് വന്നൊരു മിസ്റ്റേക്കാണ് ആ ഒരു മെയിൽ എല്ലാവർക്കും പോയത്. എനിക്ക് തോന്നുന്നു ഇന്ന് കാൻഡിഡേറ്റ്സ് എല്ലാവരും അത്രയും ടെൻഷൻ അടിച്ചാണ് രാവിലെ വിളിച്ചതൊക്കെ, സ്റ്റുഡൻസൊക്കെ നമ്മുടെ. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അവർക്കൊരു 5 മണിയോട് കൂടിയാണ് ഈ മെയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഈ ഒരു മെയിൽ അല്ലേ. അപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ട്, വി ആർ ഫോഴ്സ്ഡ് ടു ക്യാൻസൽ ദ 12th and 19th December OET administrations at language point due to COVID-19 restriction. Your application has been deferred to the next available test date at your original venue of choice. So please log into your my OET account to check details of your new test date എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും കാണുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ടെൻസ്ഡ് ആവും അല്ലേ. അപ്പോൾ രാവിലെ തന്നെ കോള് എല്ലാവരും വന്നു, എല്ലാവരും ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിവേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഇതേപോലെ തന്നെ മെയിൽ വന്നു. പിന്നീട് നമ്മുടെ നിങ്ങളൊരു മെയിൽ സബ്ജക്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒ ഇ ടി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ നിങ്ങൾക്ക് കിട്ടിയായിരുന്നു. പക്ഷേ 12th and 19th December ടെസ്റ്റ് എന്ന് പറയുന്നത് ക്യാൻസൽ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന മെയിൽ ഇഗ്നോർ ചെയ്യാനും, ആസ് ഇറ്റ് വാസ് എൻ എറർ, ഒരു സെൻഡ് ചെയ്തത് ഒരു എററിലാണെന്നും അവരുടെ ഒരു അപ്പോളജീസും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിലും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒ ഇ ടി തന്നെ ഒരു അറൗണ്ട് ഒരു 7:30, 8 ഒക്കെ ആയപ്പോൾ തന്നെ എല്ലാവർക്കും മെയിൽ വീണ്ടും റിപ്പീറ്റ് അയച്ചിട്ടുണ്ട്. സോ നിങ്ങളൊന്നും ബോധേടാവേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് ജസ്റ്റ് ഒരു എറർ, ബൈ ആൻ എറർ, ഒരു ടെക്നിക്കൽ എറർ ഇതിൽ സംഭവിച്ചതാണ്. ഓക്കെ, അവർ തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് 12th and 19th ഡിസംബറിനൊക്കെ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നവരൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളെ പഠിത്തം കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കാര്യങ്ങളൊക്കെ, അതിനൊന്നും യാതൊരു കുറവും വരുത്തണ്ട കേട്ടോ. ഓക്കെ, ഇനി ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇതറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. കാര്യം ഒരുപാട് പേര് ഇതറിയാത്തവരോ അല്ലെങ്കിൽ മെയിൽ ചെക്ക് ചെയ്യാത്തവരോ കാണും ചിലപ്പോൾ. ഓക്കെ, ഫസ്റ്റ് വന്ന മെയിൽ കണ്ടു കാണും, സെക്കൻഡ് മെയിൽ കണ്ടു കാണില്ല. ഓക്കെ, സോ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എത്രയും വേഗം അവരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്താൽ ഒരുപാട് ഉപയോഗമായിരിക്കും പല ആൾക്കാർക്കും. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, ചിലപ്പോൾ ഒന്ന് നിങ്ങളാവാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇപ്പോഴായിരിക്കും കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് കിട്ടാതിരിക്കും, അവർ ടെൻസ്ഡ് ആയിരിക്കും, ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇനിയിപ്പോൾ December 12th വലിയ ഡേറ്റ് ഇല്ല. ഓക്കെ, സോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഇതിനെ പറ്റിയിട്ട് ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഞാൻ താഴെ ഒരു നമ്പർ, വാട്സപ്പിൻ്റെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഈ വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. ദെൻ എന്തായാലും എനിവേ നിങ്ങൾ യാതൊരു ടെൻഷനും ആവേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, റീഅഷ്യൂർ ചെയ്യുന്നു. സോ കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും ഇനി കാര്യം കുറേ പേർക്ക് സെക്കൻഡ് മെയിൽ ചിലപ്പോൾ കിട്ടാത്തവരുണ്ടായിരിക്കും, അത് കുറച്ച് ഡിലേ ആവുന്നുണ്ടായിരിക്കും എന്തായാലും. അതുകൊണ്ട് നിങ്ങളാരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലെന്ന് വീണ്ടും ഉറപ്പിക്കുന്നു. ഓക്കെ, എക്സാംസ് എല്ലാം കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നടക്കും. എന്തെങ്കിലും ആപ്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഉറപ്പായിട്ടും അറിയിക്കുകയും ചെയ്യും കേട്ടോ, പ്രയറായിട്ട് തന്നെ. സോ അതിൽ ബോധേടാവേണ്ട ആവശ്യമില്ല. ഓക്കെ, എനിവേ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ബെസ്റ്റ് വിഷസ് ഫോർ എവറി വൺ. ഓക്കെ.